അപ്പോഴേ ചോക്ലേറ്റിന് മോൾഡോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈറൽ കുനാഫ ചോക്ലേറ്റ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ട്രെൻഡിങ് ആയ സമയത്ത് തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഈ വൃത്തിയുടെ മടി കാരണമാണ് ഞാൻ ഇതൊന്നും ചെയ്യാത്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പിസ്ത എടുത്തിട്ട് എന്ത് ചെയ്യുക, അരച്ച് വെക്കുക. അതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റോ മിൽക്ക് മെയ്ഡോ ആഡ് ചെയ്താൽ നല്ലപോലെ പേസ്റ്റായി കിട്ടും. പിന്നെ ഞാൻ കുറച്ച് കുനാഫയുടെ ഡോയിൽ ബട്ടർ ചേർത്തിട്ട് എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ എന്ത് ചെയ്യാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ചോക്ലേറ്റിലേക്ക് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് മെൽറ്റായ പരുവത്തിൽ ആക്കി വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നമ്മുടെ പിസ്ത അരിഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും എന്ത് ചെയ്യരുത്, വെള്ളമൊന്നും ചേർക്കരുത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡോ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് മോൾഡ് ഇല്ലാത്ത കാരണം നമ്മളവിടെ പേപ്പർ കപ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പേപ്പർ കപ്പിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പരത്തി കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കൊന്നും ആകുന്ന രീതിയിൽ. അങ്ങനെ 2 കപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പോരാത്തിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുനാഫ, റോസ്റ്റഡ് കുനാഫ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കില്ല, അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പിസ്തയുടെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. വെറുതെ പോലും കഴിച്ച് നോക്കരുത്, കാരണം കഴിച്ചാൽ പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ പണിയാട്ടോ അത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ ഫോക്ക് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വളരെ ചെറിയൊരു എമൗണ്ടിൽ ഇവിടെ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫേക്കാവോ അല്ലെങ്കിൽ ഫെയിലായി പോവോ അല്ലെങ്കിൽ റെഡി ആവോ ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു എമൗണ്ടിൽ ഉണ്ടാക്കിയത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അധികം ഉണ്ടാക്കായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പിസ്തയുടെ ആ ഒരു പേസ്റ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ വെള്ളമൊന്നും ചേർക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് മിൽക്ക് മെയ്ഡോ വൈറ്റ് ചോക്ലേറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, അത് ചോക്ലേറ്റിൻ്റെ മോൾഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റിൻ്റെ ബാക്കി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും ആവും. അല്ലെങ്കിൽ ജസ്റ്റ് ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ജസ്റ്റ് ഫ്രിഡ്ജിൽ താഴെ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിലേക്കൊന്നും വെക്കണ്ട, താഴെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ എന്താവും, സെറ്റായി കിട്ടും. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ക്ലിപ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ ഷോർട്സിൽ ഞാനത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ല. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു എന്താണ് ഇത്രമാത്രം ഹൈപ്പ് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി മോൾഡൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല കിഡിൽ